സൂരജ്, ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം സജീവമായ പങ്കാളിത്തം, സജീവ സാന്നിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. പ്രധാനമന്ത്രിയുടെ സജീവ സാന്നിധ്യം തന്നെയാണ് ഈ വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്. സൂരജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഈ പ്രധാനമന്ത്രി ശ്രീവത്സത്തിൽ നിന്ന് ഈ തൃപ്രയാറിലേക്ക് പോകുന്നതിന് വേണ്ടി യാത്ര തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇവിടെ നിന്ന് ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം എത്തും. അവിടെ നിന്നാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം ഈ തൃപ്രയാറിലേക്ക് എത്തുക. അവിടെ ഹെലിപാഡിൽ അദ്ദേഹം ഇറങ്ങും. എന്നിട്ടായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിൽ ഈ തൃപ്രയാറിലെ ക്ഷേത്രത്തിലേക്ക് എത്തുക. എന്തായാലും ഇവിടുത്തെ വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നേരത്തെ തൃശ്ശൂരിൽ നടന്ന ഒരു പൊതുയോഗമുണ്ട്. പൊതുയോഗത്തിൽ അന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഒരു വാചകം കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാമെന്ന് തോന്നുന്നു. കാരണം ഞാൻ തൃശ്ശൂരിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നത് രണ്ടു പേരാണ് തീരുമാനിക്കുക. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും. അവർ പറഞ്ഞാൽ താൻ തൃശ്ശൂരിൽ മത്സരിക്കും എന്ന് അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അത്രയ്ക്ക് അടുപ്പം അത് തന്നെയാണ് ഇന്ന് നമ്മൾ പ്രകടമായത്. കാരണം ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളെ പോലെ ഇന്ന് ഈ ഗുരുവായൂരിലെ ഈ കതിർ മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. അദ്ദേഹം ഈ മാല എടുത്തു കൊടുക്കുന്നു, അതോടൊപ്പം നിന്ന് ഈ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ബാക്കി എല്ലാവരും, അതായത് ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായ താരനിര എല്ലാവരും ഈ കതിർ മണ്ഡപത്തിന് താഴെ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ഒരു കുടുംബാംഗത്തെ പോലെ ആ കതിർ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് ഈ വിവാഹം നടത്തുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മളെല്ലാവരും കണ്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വളരെ പ്രസന്നനായി നിന്നുകൊണ്ട് അദ്ദേഹം ഈ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ആ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഒടുവിൽ ആ വധൂവരന്മാരെ എല്ലാവരെയും ആശീർവദിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടന്ന വിവാഹ ചടങ്ങിന്റെ ത്രില്ലിലാണ്, എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഈ കുടുംബമുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിവാഹത്തിന് ശേഷം ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഗോകുലം പാർക്കിലാണ് ഇനിയുള്ള വിവാഹ സൽക്കാരവും മറ്റു ചടങ്ങുകളും എല്ലാം നടക്കുക. ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപമുള്ള ഗോകുലം പാർക്കിലാണ് വിവാഹത്തിന്റെ സൽക്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള താരനിരകൾ അടക്കം ഇപ്പോൾ ഈ ഗോകുലം പാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അദ്ദേഹം ഈ വിവാഹത്തിന് ശേഷം ഇവിടെ നിന്ന് ശ്രീവത്സത്തിലേക്കാണ് എത്തിയത്. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഈ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം ഇനി തൃപ്രയാറിലേക്ക് പോവുക. അവിടെ വലപ്പാട് ഹെലിപാഡിലാണ് അദ്ദേഹം ഈ ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെയും ഇദ്ദേഹത്തിന്റെ മുന്നോടിയായി അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് 2 സുരക്ഷാ ഹെലികോപ്റ്ററുകൾ എത്തും. അതിന് നടുവിലാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ വന്നിറങ്ങുക. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഈ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡ് ഗ്രൗണ്ടിലേക്ക് എത്തും. എന്തായാലും വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഈ ഭക്തരെ അടക്കം, അതായത് മണിക്കൂറുകളായി ഈ സന്ദർശനത്തിന്റെ ഭാഗമായി കാത്തുനിന്ന ആളുകളുണ്ട്. അവരെല്ലാവരും ഇതിനുശേഷം ഇപ്പോൾ ഈ നടയെല്ലാം തുറന്നു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ ഭക്തരെല്ലാവരും തന്നെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സാധാരണ സ്ഥിതിയിലേക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരം മാറിയിരിക്കുന്നു എന്നുകൂടി ഈ സമയത്ത് അറിയിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ വാതിലുകളും, അതായത് നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. ഭക്തർക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതികളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഗുരുവായൂരിന്റെ മേഖലയിൽ നിന്ന്, അതായത് ഗുരുവായൂരിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അദ്ദേഹം അല്പസമയത്തിനകം ഈ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപാഡിലെത്തും. അവിടെ നിന്ന് അദ്ദേഹം തൃപ്രയാറിലേക്ക് യാത്ര തിരിക്കും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി മടങ്ങി. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തൃപ്രയാറിലെത്തും. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്തു നിന്നുള്ള പ്രത്യേക ഹെലിപാഡിലാണ് ഹെലികോപ്റ്റർ യാത്ര തിരിക്കുക. അതിലാണ് പ്രധാനമന്ത്രി പോവുക. പ്രധാനമന്ത്രിയുടെ വരവ്, അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഗുരുവായൂരിലും പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. വിവാഹ ചടങ്ങുകളിൽ സജീവമായി പ്രധാനമന്ത്രി പങ്കെടുത്തത് ശ്രദ്ധേയമായി. ഏതെങ്കിലും ഒരു ചടങ്ങിൽ പെട്ടെന്ന് പങ്കെടുത്ത് മടങ്ങുക എന്നതിലുപരി അടുത്തൊരു ബന്ധുവിൻ്റെ പോലെ തന്നെ സജീവ സാന്നിധ്യം, അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ ചടങ്ങ് പൂർത്തിയാകും വരെ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയത്. ചടങ്ങ് പൂർത്തിയായി പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങിയതോടെ സാധാരണ നിലയിലേക്ക് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും ഭക്തരെ കടത്തിവിടാൻ തുടങ്ങി. ഇത്രയും നേരം ഭക്തർ കാത്തു നിൽക്കുകയായിരുന്നു. ഗുരുവായൂർ ദർശനത്തിന് സാധാരണ ഉണ്ടാകുന്ന തിരക്കുകളെല്ലാം തന്നെ ഒരു വശത്തുണ്ട്. മറുവശത്ത് ഈ വിവാഹ ചടങ്ങിൽ ഭാഗ്യ സുരേഷിൻ്റെയും ശ്രേയസ് മോഹൻ്റെയും വിവാഹ
വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വലിയൊരു താരനിരയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ. സുരേഷ് ഗോപി വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. അത് സിനിമാ മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും നിരവധി സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അവരെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. ഇനി മണ്ഡപത്തിൽ വിവാഹത്തിൻ്റെ മറ്റു ചടങ്ങുകൾ ഉണ്ടാകും. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതിനു മുന്നിലുള്ള മണ്ഡപത്തിൽ വെച്ചുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സ്ക്രീനിന്റെ വലതുവശത്ത് ഗോകുലം ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ചലച്ചിത്ര സംവിധായകനായ ഷാജി കൈലാസ്, ഭാര്യ ചിത്ര, കൈതർപ്പം ദാമോദരൻ നമ്പൂതിരി തുടങ്ങി നിരവധി പ്രമുഖർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, വധൂവരന്മാർ ഇവരുടെയൊക്കെ ആശീർവാദം സ്വീകരിക്കലൊക്കെ ഇവിടെ നടക്കും. സ്ക്രീനിന്റെ മറുവശത്ത് വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി ആദ്യോടന്തം ആ വിവാഹത്തിൽ പങ്കെടുത്തു. പൂജിച്ച മാല വധൂവരന്മാർക്ക് കൈമാറി. ഭാഗ്യ സുരേഷ്, ശ്രേയസ് അയ്യർ വിവാഹ ചടങ്ങുകൾ കതിർ മണ്ഡപത്തിൽ പൂർത്തിയായി. ഇനിയുള്ള ചടങ്ങുകൾ ചടങ്ങിനെത്തിച്ചേർന്നവരിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കൽ ഇതൊക്കെയുണ്ട്. ഈ ചടങ്ങിൽ മുഴുവൻ സമയവും പ്രധാനമന്ത്രി പങ്കെടുത്തു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിന്ന് ഒരു കയ്യകലമെന്ന് പറയാവുന്ന അകലത്തിൽ നിന്ന് മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ് അടക്കമുള്ള താരനിര ഈ വിവാഹം വീക്ഷിക്കുന്നതും ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു. സകുടുംബമാണ് പലരും വിവാഹത്തിനെത്തിയിരുന്നത്. ബാക്കിയുള്ള താരങ്ങൾ ഗോകുലം ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇപ്പോൾ ഉണ്ട്. അത് സ്ക്രീനിൻ്റെ വലതുവശത്ത് പ്രേക്ഷകർ കാണുന്നത് ഗോകുലം ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. വിവാഹ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങി അവിടെ നിന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെത്തും. ക്ഷേത്രം തന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി അവിടെ ക്ഷേത്ര ദർശനം നടത്തുക. സുരേഷ് സജിയാണ് നമുക്ക് ഗുരുവായൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി തൃപ്രയാർ ക്ഷേത്രത്തിലെത്തിയാൽ, ശ്രീരാമക്ഷേത്രത്തിലെത്തിയാൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ അകത്തുള്ള ക്ഷേത്ര മണ്ഡപത്തിലുള്ള വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം സാധാരണ നിലയിലേക്ക് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും എത്തിയിരിക്കുന്നു. ഗോകുലം ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ മറ്റ് ചടങ്ങുകൾ. ഇനിയും ഒരുപാട് ചടങ്ങുകൾ നടക്കാനുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട ഭാഗ്യ സുരേഷും ശ്രേയസ് മോഹനുമായുള്ള വിവാഹത്തിൻ്റെ മറ്റു ചടങ്ങുകൾക്കായി വലിയൊരു താരനിര തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കാണാനെത്തിയ ജനങ്ങൾ, പ്രവർത്തകർ, അതൊരു വശത്ത് അവരുടെ വലിയൊരു തിരക്ക് തന്നെ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിന് പരിസരത്ത് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ വലിയ താരനിര, തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ ഒന്ന് അടുത്തു കാണാനുള്ള വലിയൊരു ജനാവലി അവിടെയുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സുരക്ഷ, കർശന നിർദ്ദേശങ്ങൾ അതെല്ലാം പാലിച്ചു തന്നെയാണ് എല്ലാവരും അവിടെ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി തൃപ്രയാറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ചടങ്ങുകളിൽ പങ്കെടുത്ത് ക്ഷേത്രം ദർശിച്ച് അതിനുശേഷം ആണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങുക. പിന്നീടാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുക. കൊച്ചിയിലും വലിയ ഔദ്യോഗിക പരിപാടികളുണ്ട്, ഉദ്ഘാടന ചടങ്ങുകളുണ്ട്. 4000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കമിടുക. ഇന്ന് അത്തരം കൊച്ചിയിലുള്ള പരിപാടികളെല്ലാം തന്നെ ഇതിനു ശേഷമുണ്ട്. കൊച്ചിയിലെ പരിപാടികൾക്ക് ശേഷം BJPയുടെ പരിപാടി നടക്കുന്നുണ്ട് മറൈൻ ഡ്രൈവിൽ. അതിനുശേഷമാകും പ്രധാനമന്ത്രി ഇന്ന് മടങ്ങിപ്പോകുക. തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സന്ദർഭം കൂടിയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെക്കുറിച്ചും സുരേഷ് ഗോപി ആ സീറ്റ് BJPക്ക് ഉറപ്പിക്കുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സജീവമാക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ കേരള സന്ദർശനം ഒരർത്ഥത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഒരു തുടക്കം, വലിയ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു തുടക്കം കുറിക്കൽ കൂടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ യാത്രയ്ക്ക്, കേരള സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. അതെ, കേരളത്തിൽ BJP സംഘടനാ തലത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ സജീവമായി ജനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ശക്തികേന്ദ്ര എന്ന് പറയുന്ന വിഭാഗം. ഈ ശക്തികേന്ദ്രയിൽ ഉൾപ്പെടുന്ന BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യും. കൃത്യമായി ഏത് രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിശദീകരിക്കും.